മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ഞായറാഴ്ച രാവിലെ ഇരിങ്ങൽ കോട്ടക്കലിലെ ഹിദായത്ത് സിബിയാൻ മദ്രസയിൽ നടത്തുമെന്ന് ഭരണാധികാരി അബ്ദുള്ള മണപ്പുറത്ത് വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും തിരഞ്ഞെടുപ്പ്. 36 പ്രവർത്തക സമിതിയിലേക്ക് 72 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 6 ഡിവിഷനുകളിലായി 904 വോട്ടർമാരാണുള്ളത്. ഓരോ വോട്ടർമാർക്കും 36 വോട്ടുകൾ ചെയ്യാൻ അവകാശമുണ്ടാകും. വോട്ടെടുപ്പ് പൂർത്തിയായാൽ ഉടൻ വോട്ടെണ്ണൽ ആരംഭിക്കും. പ്രവർത്തക സമിതി അംഗങ്ങളിൽ നിന്ന് അന്നു തന്നെ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുമെന്ന് ഭരണാധികാരി അബ്ദുള്ള മണപ്പുറത്ത് വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൻ്റെ അവസാനമായ ജനറൽ ബോഡി ചേർന്നത് 2017 ആ കമ്മിറ്റിയെക്കുറിച്ച് സാമ്പത്തിക ആരോപണങ്ങൾ ഉൾപ്പെടെ ആ പ്രദേശത്തെ ഒരു പറ്റം നിവാസികൾ ഉന്നയിച്ചുകൊണ്ട് കേരള വഖഫ് ബോർഡിനെ സമീപിക്കുകയും വഖഫ് ബോർഡ് മഹൽ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടത്താൻ റിട്ടേണിംഗ് ഓഫീസറായി എന്നെ നിയമിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ ഇക്കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിലെ സെക്രട്ടറി ശ്രീ അഷ്റഫ് കോട്ടക്കൽ വഖഫ് ബോർഡിനെ സമീപിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടില്ല. അതിനെ തുടർന്ന് ശ്രീ അഷ്റഫ് കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം റിട്ട് ഫയലാക്കുകയും റിട്ടിൻ്റെ വിചാരണ ഇന്ന് നടത്തുകയും ഇന്ന് 3:30 റിട്ട് തള്ളിക്കൊണ്ട് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാൻ റിട്ടേണിംഗ് ഓഫീസറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2017 ശേഷം ഇതുവരെ നടന്നിട്ടില്ല. മഹലിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താനാണ് വഖഫ് ബോർഡിൻ്റെ നിർദ്ദേശം. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ ഒരു പ്രശ്നമുണ്ടായത് ഹൈക്കോടതിയിൽ ഇന്ന് ആ ചോദ്യം ചെയ്യപ്പെട്ടതും മെമ്പർമാർ ആരായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോഴുള്ള കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അവർ നൽകുന്ന അംഗങ്ങൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് നൽകൂ എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിച്ചത്. പക്ഷെ അതിൻ്റെ ഭരണഘടന 7-ാം വകുപ്പിൽ കോട്ടക്കൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ഭരണഘടന 7-ാം വകുപ്പിൽ മഹലിലെ എല്ലാ പ്രായപൂർത്തിയായ 18 വയസ്സ് പൂർത്തിയായ എല്ലാ അംഗങ്ങൾക്കും മുസ്ലിം അംഗങ്ങൾക്കും അംഗത്വം നൽകണം എന്ന ഒരു പ്രൊവിഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ അത് അമെൻഡ് ചെയ്തപ്പോൾ സ്ത്രീകൾക്ക് പോലും അംഗത്വം നൽകണം എന്നൊരു വ്യവസ്ഥ കൂടി 2ാമത്തെ അമെൻമെൻറ്റിൽ 7A എന്ന വകുപ്പ് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ ഭരണഘടനയിൽ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ല എന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിയമപരമായി നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അംഗമായാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതെന്നെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമുള്ള കാര്യമല്ല, മഹല്ലുകാർ തീരുമാനിക്കേണ്ട കാര്യമാണ്.